ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. എന്നതു കേട്ടു വിശ്വാമിത്രന് മുരളീതു പന്നകശായി പരൻ തന്നോട് പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരനീ പാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമമുനി ഗംഗാരോദസി നല്ലൊരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചീരും തപസാ വാഴും കാലം യോഗേശൻ നിജസുതയായോയുള്ളോരഹല്യ ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമമുനീന്ദ്രനു കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യാഭർത്താക്കന്മാരായവൻ ഭർത്തൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമമുനീന്ദ്രനും തന്നുടെ ഭക്തിയായോരഹല്യയോടും ചേർന്നു വർണ്ണശാലീരത്ര വസിച്ചു ചിരകാലം വിഷമോഹിനിയായോരഹല്യാരൂപം പൂണ്ടു ദുഷ്യവനനും കുസുമായുധവശനായാൻ ചെന്തൊണ്ടി വായ്മലരും വന്തൊക്കും മുലകളും ചന്ദ്രമേറിയും തുടക്കാമ്പുമാസ്വദിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമകൻ ചിന്താർമാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൻ സന്തതം മനക്കാമ്പിൽ സുന്ദരകാതീരൂപം ചിന്തിച്ചനകാന്തനായി വന്നാനല്ലോ അന്തരാത്മനി വിബുധേന്ദ്രനുമതിനിപ്പോഴന്തരം കൂടാതെയൊരന്തരമെന്തെന്നോർത്തു ലോകേശാത്മജസുതനന്ദനൊരു രൂപം നാഗനായകൻ കൈക്കൊണ്ടന്തയാമാദിയെങ്കിൽ സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരം അന്തരാ പൂക്കാനുടെ ചാന്തരീ പരവശാൽ സൂത്രാമാം അഹല്യയെ പ്രാപിച്ചു സസംഭ്രമം. അത് കേട്ട് വിശ്വാമിത്രൻ ശ്രീരാമനോട് പറഞ്ഞു, കുമാര, പഴയ കഥയാ കേട്ടുള്ളൂ. താപശ്രേഷ്ഠനായ ഗൗതമമുനി ഈ ഗംഗാതീരത്തെ ഒരു ആശ്രമം ഉണ്ടാക്കി തപസ്സിൽ മുഴുകിക്കഴിഞ്ഞു വന്നു. അക്കാലത്ത് ബ്രഹ്മാവ് സ്വപുത്രിയായ അഹല്യ എന്ന ലോകസുന്ദരിയെ ഗൗതമന് നൽകി അവര് ദമ്പതിമാരായി. ഭർത്തൃശുശ്രൂഷയിൽ അവർക്കുള്ള നിഷ്ഠ, ബ്രഹ്മചര്യം തുടങ്ങിയ ഗുണവിശേഷങ്ങൾ കണ്ടിട്ട് ഗൗതമൻ വളരെ സന്തോഷിച്ചു. ഇരുപേരും ആനന്ദപൂർവ്വം അക്കാലം ഈ ആശ്രമത്തിൽ വസിച്ചു. ആ ലോകസുന്ദരിയുടെ മനോഹര രൂപം കണ്ടിട്ട് ദേവേന്ദ്രൻ കാമപീഡിതനായിത്തീർന്നു. അവളെ പ്രാപിക്കാനുള്ള ഉപായം ചിന്തിച്ചു തുടങ്ങിയ മഹേന്ദ്രന് തൻ്റെ മനോമുകുരത്തിൽ നിന്ന് അവളുടെ രൂപം മറയ്ക്കാനായില്ല. കാമാന്ധനായിത്തീർന്ന ഇന്ദ്രനൊടുവില് ഗൗതമന്റെ രൂപം ധരിച്ച് ഇവിടെ എത്തി. രാത്രിയിലെ അന്ത്യാമത്തിന്റെ തുടക്കത്തില് ഗൗതമൻ സന്ധ്യാവന്തനത്തിന് പോയ തക്കം നോക്കിയിട്ട് ഇന്ദ്രൻ പട്ടണശാലയ്ക്ക് അകത്ത് കടന്ന് അഹല്യയെ പ്രാപിച്ചു. സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടിയെഴുത്തിയിലെന്നു കണ്ടു. ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു. വൃത്താരാധിക്കു മുനിശ്രേഷ്ഠനെ ഫലാനപ്പൂ വിത്രസ്തനായത്രയും വേപതു പൂണ്ടു നിന്നാൻ. തന്നൊരു രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതി കോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ലാരാകുന്നതെഞ്ചു ദുഷ്ടാത്മാവേ ചൊല്ലു ചെല്ലെന്നോടു നീ പരമെല്ലാമേ പരമാർത്ഥം. വല്ലാതെ മമ രൂപം കൈക്കൊള്ളുവാൻ എന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാഭാവി. സത്യമെന്നോട് ചൊല്ലീടറിഞ്ഞേനല്ലോ തവ. വൃത്താന്തം പറയാകിൽ ഭക്തമാക്കുവനിപ്പോൾ. ചൊല്ലിനാനതു ചേരും താപസേന്ദ്രനെ നോക്കി സുലോകാധിപനായ കാമകിങ്കരനകം. വല്ലായ്മയെല്ലാം അകപ്പെട്ടതു മൂഢത്വം കൊണ്ടെല്ലാം നെഞ്ചിരുവടി കൊടുത്തുകൊള്ളേണമേ.
സഹസ്രഭഗാനായി ഭവിക്ക ഭവാനിനി സഹിച്ചേരുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം താപസേശ്വരായ ഗൗതമൻ ദേവേന്ദ്രനെയും ശപിച്ചാശ്രമഭവം പുക്കപ്പോളകല്യം വേഭതു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു. താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കട്ടമെത്രയും തവ ദുർവൃത്തം ധുരാചാരി ദുഷ്ടമാനസേ തവ സാമർത്ഥ്യം നന്നുപാദം ദുഃഖതമുടുങ്ങുവാനിതിന്നു ചൊല്ലിയിടുവൻ നിഷ്കരിയായുള്ളൊരു ദുർധര മഹാവൃതം കാമകിങ്കരി ശിലാരൂപം കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം. സൂര്യോദയത്തിന് സമയമായിട്ടില്ലെന്ന് കണ്ട് തിരിച്ചെത്തിയപ്പോൾ ഗൗതമൻ പർണശാലയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മഹേന്ദ്രനെ കണ്ടു. പരിഭ്രാന്തനായ ദേവരാജൻ മുനിയുടെ മുമ്പിൽ പേടിച്ച് നിന്ന് വിറച്ചു. തന്റെ രൂപം ധരിച്ച് മുമ്പിൽ നിൽക്കുന്നവനെ കണ്ട് കുപിതനായ മുനി പറഞ്ഞു, ദുഷ്ട, നിൽക്കവിടെ. നീ ആരാണ്? സത്യം പറയൂ. എന്റെ രൂപം നീ സ്വീകരിച്ചതെന്തിന്? നാണമില്ലാത്ത നീ ഏതു മഹാഭാവിയാണ്? സത്യം തുറന്നു പറയൂ, അല്ലെങ്കിലും നിന്റെ ഈ കഥയെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരു ശാപം കൊണ്ട് നിന്നെ ഇപ്പോൾ തന്നെ ഭസ്മമാക്കുന്നുണ്ട്. ഇത് കേട്ട് പേടിച്ച ഇന്ദ്രൻ ഗൗതമനെ നോക്കി പറഞ്ഞു, ഞാൻ ദേവരാജനായ ആണ് കാമാന്ധനായി പോയി. മൗഢ്യനിമിത്തം ഉണ്ടായ തെറ്റെല്ലാം അങ്ങ് സത്യം ക്ഷമിക്കണം. ഗൗതമൻ പറഞ്ഞു, നീ ചെയ്ത ദുഷ്കർമ്മത്തിന്റെ ഫലമെല്ലാം അപ്പോൾ തന്നെ അനുഭവിക്കേ വേണം. നീ ശരീരത്തിൽ 1000 യോനികളുള്ളവനായി ഭവിക്കട്ടെ. ഇങ്ങനെ ഈ വിധം ശപിച്ചിട്ട് പർണശാലയ്ക്കുള്ളിൽ കിടന്ന ഗൗതമൻ വിറകൂണ്ടു നിൽക്കുന്ന കലിയെ കണ്ടിട്ട് പറഞ്ഞു, ദുർനടപടിക്കാരി, നിന്റെ ചെയ്തികൾ വളരെ കഷ്ടം തന്നെ. വല്ലാത്ത സാമർഥ്യമല്ലേ ഈ കാട്ടിയത്. ഈ പാപത്തിന് പരിഹാരമാകത്തക്ക വിധം കൊടിയ വ്രതം തന്നെ നീ അനുഷ്ഠിക്കേണ്ടി വരും. കാമകിങ്കരി, നീ ഒരു ശിലാരൂപത്തില് ശ്രീരാമപാദാബ്ജം ധ്യാനിച്ചുകൊണ്ട് കാറ്റും മഴയും വെയിലും മഞ്ഞുമെല്ലാം സഹിച്ച് രാപ്പകല് നിരാഹാരയായി ഇവിടെ കിടക്കണം. നീരാനീഹാരാതാവായുവക്ഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളൊന്നും ഇവിടെ വയുണ്ടായി വരാം. കാനനദേശേ മദീയാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനും അനുജനും ശ്രീരാമപാദാമോദസ്പർശമുണ്ടായിടുന്നാൾ തീരും ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു. ഭൂതമാനസായാരെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി ഹിമോൽ പാർശ്വം പൊക്കാനന്നു തൊട്ടിവിടെ വാണിയിടിനാളകല്യം. നിന്തിരുമലടി ചന്തളിൽ പൊടിമേൽപ്പാൻ എന്തൊരു കഴിവന്നു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടു സന്തതം വസിക്കുന്നു. സന്തോഷ സന്താനമേ ചിന്താമണിയേ. ആരാരും കണ്ടുകൂടാത്തൊരു പാഷാണാംഗിയായി ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദിനിയായ ഗൗതമ ഭക്തിയുടെ കൽമഷാമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം പരിശീലനമെന്നു തന്നെ നിർമ്മലയായി വന്നീടും അഹല്യാദേവി എന്നാൾ. നാരായണ നാരായണ. മനോഹരമായി ആശ്രമത്തില് ജന്തുക്കളൊന്നും പടർന്നു വരില്ല. ആ വിധത്തിൽ അനേകം ദിവ്യ സംവത്സരങ്ങൾ കഴിയുമ്പോൾ ശ്രീരാമനും മനുഷ്യനും കൂടി ഇവിടെ വന്നിട്ടുണ്ട്.
രാമദേവന്റെ പദകമലങ്ങൾ സ്പർശിക്കുമ്പോൾ നിന്റെ ദുരിതങ്ങളെല്ലാം തീരും. പിന്നീട് നീയെ ഭക്തിപൂർവം ശ്രീരാമദേവനെ പ്രദക്ഷിണം വെച്ച് തൊഴുതു പൂജിക്കണം. ഭഗവാനെ സ്തുതിക്കുന്നതോടെ നിനക്ക് ശാപമോക്ഷം ഉണ്ടാകും. അങ്ങനെ നിന്റെ മനസ്സ് ശുദ്ധമായാൽ വീണ്ടും എന്നെ ശുശ്രൂഷിക്കാൻ അവസരം ലഭിക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് ഗൗതമ മുനി ഹിമാലയ പാർശ്വത്തിലേക്ക് പോയി. അന്നു മുതൽ അഹല്യ ഇവിടെ വസിക്കുന്നു. നിന്റെ പാദവംശുക്കൾ ഏൽക്കാൻ എന്താണ് മാർഗമെന്ന് ചിന്തിച്ച് വിവശയായിട്ട് അവൾ ദുഃഖിക്കുന്നു. മറ്റാർക്കും കാണാനാവാതെ ശിലാരൂപിണിയായി കഠിന തപസ്സിൽ മുഴുകിക്കഴിയുന്ന ബ്രഹ്മപുത്രിയായ അഹല്യയുടെ പാപങ്ങളെല്ലാം നിന്റെ പാദസ്പർശം കൊണ്ട് ഇന്നു തന്നെ നശിപ്പിക്കണം. അങ്ങനെ ചെയ്താൽ അഹല്യ പരിശുദ്ധയായി തീരും. ഗാദിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു തൃക്കൈയും പിടിച്ചുടരാങ്കണം ബുക്കാൻ ഉഗ്രമാം തപസ്സൊടുമിരിക്കും ശിലാരൂപമഗ്രേ കാണ്യെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മെല്ലെ വെച്ചിരു രാമദേവൻ. ശ്രീപതി രഘുപതി സത്പതി ജഗത്പതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ. കോമളരൂപൻ മുനിഭക്തിയെ വണങ്ങിനോൻ. അന്നേരം നാഥൻ തന്നെ കാണായി അഹല്യയ്ക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലേയല്ലോ. താപസചേട്ടനായ കൗശിക മുനിയോടും താപസഞ്ജയം നീങ്ങുമാർ സോദരനോടും ശാപനാശനകരനായൊരു ദേവൻ തന്നെ ശാപപാണങ്ങളോടും വീതമായി വസ്ത്രത്തോടും ശ്രീവത്സവക്ഷത്തോടും സുസ്മിത ഭക്തത്തോടും ശ്രീവാസാംബുജലതാ സന്നിവ നേത്രത്തോടും വാസവനീരമണി സംകാശഗാത്രത്തോടും വാസവാദ്യമരൗകാവന്ധിതപാദത്തോടും പത്തുദിക്കിലുമൊക്കെ നിറഞ്ഞ ഗാന്ധിയോടും ഭക്തവത്സലൻ തന്നെ കാണായി അഹല്യയ്ക്കും. പിന്നീട് വിശ്വാമിത്രൻ ശ്രീരാമന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ആശ്രമമുറ്റത്തെത്തി ഉഗ്രമായ തപസ്സിൽ മുഴുകിയിരിക്കുന്ന ശിലാരൂപം മുൻഭാഗത്തായി മുനി രാമേന്ദ്രന് കാട്ടിക്കൊടുത്തു. രാമോഹം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പാടമേൽ പാദം വെച്ച് അഹല്യയെ വണങ്ങി. ശ്രീരാമചന്ദ്രനെ കാണാൻ കഴിഞ്ഞ അഹല്യയ്ക്കുണ്ടായ ആനന്ദം പറഞ്ഞറിയിക്കാനാവില്ല. മഹജീശനായ വിശ്വാമിത്രനോടും ദുഃഖങ്ങളില്ലാതാക്കുന്ന സഹോദരനോടും കൂടിയിട്ട് ശാപദോഷം നീങ്ങുന്ന ദേവൻ ശാപബാണങ്ങളേന്തി മഞ്ഞപ്പട്ടുടുത്ത് ശ്രീവത്സം എന്ന അടയാളമുള്ള മാറിടത്തോടെ പുഞ്ചിരി തൂകുന്ന മുഖത്തോടെ ലക്ഷ്മീദേവിയുടെ ആവാസസ്ഥാനമായ താമരയുടെ ഇതൾ പോലെയുള്ള കണ്ണുകളോടെ ഇന്ദ്രനീല കല്ലുപോലെ ശോഭിക്കുന്ന ശരീരത്തോടെ ഇന്ദ്രാദേവളാൽ ആരാധിക്കപ്പെട്ട പാദങ്ങളോടെ പത്തുദിക്കിലും നിറഞ്ഞ കാന്തിയോടെ നിൽക്കുന്നത് അഹല്യ കണ്ടു. തന്നുടെ ഭർത്താവായ ഗൗതമതബോധനൻ തന്നോട് മുന്നമുര ചെയ്തതു മോട്ടാളപ്പോഴും നിർണയം നാരായണൻ താനിതു ജഗന്നാഥൻ അർണോജ വിലോചനൻ പത്മജാമനോഹരൻ. ഇഷമാത്മനി ചിന്തിച്ചുദ്ധാനം ചെയ്തു ഭക്യ സത്വരമഖ്യാദികൾ കൊണ്ട് പൂജിച്ചിടിനാൾ. സന്തോഷാസുക്കളോടൊഴുകിയിലും നേത്രങ്ങളോടും സന്താപം തീർന്നു കണ്ട നമസ്കാരം ചെയ്താൾ. ചിത്തക്കാമ്പിലേറ്റം വർദ്ധിച്ചു ഭക്തിയോടും ഉദ്ധാനം ചെയ്തു. മൂരഞ്ജലി ബന്ധത്തോടും വ്യക്തമായ ഒരു ഗുണകാഞ്ചിത ഗാത്രത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗതവർണ്ണത്തോടും അദ്വൈനായോജനാദിസ്വരൂപനെ കണ്ടു. സദ്യോ ജാതാനന്ദാബ്ധിമഗ്നയായി സ്തുതി ചെയ്താൾ. തന്റെ ഭർത്താവായ ഗൗതമി പണ്ട് പറഞ്ഞ് കേട്ടു. അഹല്യ പറഞ്ഞത് അഹല്യ അപ്പോൾ ഓർത്തു.
ഇത് ലക്ഷ്മീവല്ലഭനായ സാക്ഷാൽ മഹാവിഷ്ണു തന്നെ എന്ന് വിചാരിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഭക്തിയോടുകൂടി അർഘ്യപാദ്യാദികൾ അർപ്പിച്ച് പൂജിച്ചു. സന്താപം തീരുകയാൽ, ദുഃഖം തീരുകയാൽ സന്തോഷാശ്രുക്കൾ ഒഴുകുന്ന കണ്ണുകളോടെ ദണ്ഡ നമസ്കാരം ചെയ്തു. വളരെ ഭക്തിയോടെ എഴുന്നേറ്റ് കൈകൾ കൂപ്പി രോമാഞ്ചം കൊണ്ട് ഗദ്ഗത കണ്ടയായി പെട്ടെന്നുണ്ടായ സന്തോഷത്തിൽ മുങ്ങിയിട്ട് അധ്യയനായ അനാദ്യനെ ഇങ്ങനെ ശ്രുതിച്ചു. ഞാനഹോ കൃതാദ്യനായേൻ ജഗന്നാഥ, നിന്നെ കാണായി വന്നത് മൂലമത്രയെല്ലാം പത്മജാരുജാതികളാൽ അപേക്ഷിതം പാദാ പത്മാസം ലജ്ജാപാം തുലേശമെന്നിരിക്കല്ലോ സിദ്ധിച്ചു ഭവത് പ്രസാദാതിരേകത്താരതിനെത്തുമോ ബഹുകൽപ്പമാരാധിച്ചാലും ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗത്പദേ മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്ന ദേവം ആനന്ദമയനായോരതിമായികൻ പൂർണ്ണൻ ന്യൂനാതിരേകശൂന്യനജനല്ലോ ഭവാൻ തത്പാദാംബുജപാം സുപാവിത്രാ ഭാഗീരഥീം സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാവരെയും ശുദ്ധമാക്കിയിടുന്നതും തത്പ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും തത്പദസ്പർശമിപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ തത്കുണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു മർത്യനായി അവതരിച്ചൊരു പുരുഷം ദേവം ചിത്തമോഹനം രമണീയദേഹിനം രാമം ശുദ്ധ്യമദ്ഭുതാവീര്യം സുന്ദരം ധനുധരം തത്വാമദ്വയം സത്യസന്ധമാദ്യന്തഹീനം നിത്യമവ്യയം ഭജിച്ചിരുന്നേ നിത്യം ഭക്തൈവാമറ്റാരെയും ഭജിച്ചിടുന്നേനെല്ലാം. ഭഗവാനെ ജഗന്നാഥ, അങ്ങയെ കാണാൻ കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെയായി ബ്രഹ്മാവും മഹാദേവനും കൂടി ആഗ്രഹിക്കുന്ന പാദപത്മങ്ങളിലെ പാംസുദേശം എനിക്ക് ലഭിച്ചുവല്ലോ. അനേകം കൽപ്പകാലങ്ങളോളം ആരാധിച്ചാലും അങ്ങയുടെ പ്രസാദാധിക്യത്താലല്ലാതെ അത് ലഭിക്കാൻ ഭാഗ്യമുണ്ടാകുമോ ഭഗവാനെ? ലോകനാഥ, അങ്ങയുടെ പ്രവൃത്തികൾ വിചിത്രം തന്നെ. ഈ വിധമുള്ള മനുഷ്യരൂപത്തിൽ അങ്ങ് ലോകരെയെല്ലാം മോഹിപ്പിക്കുന്നുവല്ലോ. ആനന്ദമയനും മയാതീതനുമായ അങ്ങേക്ക് ന്യൂനതയോ അധിക്കുമോ ഒന്നും തന്നെ ഇല്ല. അങ്ങയുടെ പാദകമലങ്ങളിലെ രജസ്സുകൊണ്ട് പവിത്രയായ ഗംഗാമാതാവ്, ശ്രീ പരമേശ്വരൻ, ബ്രഹ്മാവ് തുടങ്ങിയവരെ കൂടി പാവനരാകുന്നു. അത്ര മഹത്വമുള്ള അങ്ങയുടെ പാദം സ്പർശിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ. വൈകുണ്ഠനാഥ, ഈ ഭാഗ്യം ലഭിക്കാൻ പണ്ട് ഞാൻ എന്ത് പുണ്യകർമ്മമാണ് ചെയ്തത്? പുണ്യകർമ്മങ്ങളില് ആസക്തിയില്ലാത്തവർക്ക് കാണാൻ കിട്ടാത്ത ചാരുരൂപത്തോടുകൂടിയ വിഷ്ണുദേവ, മനുഷ്യനായി അവതരിച്ച മനോമോഹനനും രമണീയതയും ശുദ്ധനും അദ്ഭുത പരാക്രമനും ചാപധാരിയും ആദ്യന്തഹീനനും സത്യസന്ധനും അദ്വൈനും തത്വസ്വരൂപനും അദ്വൈനും നിത്യനുമായ നിന്നെ ഞാൻ നിത്യവും ഭക്തിപൂർവം ഭജിക്കുന്നുണ്ട്. മറ്റാരെയും ഞാൻ ഭജിക്കുകയില്ല. യാതൊരു പാദാംബുജമാരായുന്നിലൂവേദം, യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ജനം, യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ, ചേതസാമൽസാമിയേ ഞാൻ നിത്യം വണങ്ങുന്നേൻ. നാരദമുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീരവിതാനും ബ്രഹ്മലോകത്തിങ്കിൽ അന്വഹം കീർത്തിക്കുന്നു. കൽമഷകരം രാമചന്ദ്രം രസായനം